എല്ലാവർക്കും നമസ്കാരം. 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 നമ്മുടെ പാറുവിന്റെ വീട്ടിൽ വന്നതാണ്, നമ്മുടെ സുഹൃത്താണ്. അപ്പൊ ഇവിടെ കുറച്ച് വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടല്ലേ? എവിടെയാണ്? നമ്മളുടെ 10 മണി തോട്ടാണ്, പറമ്പിലാണ്. 10 മണി തോട്ടം അല്ലേ? അതെല്ലാം ഒന്ന് കാണാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു തോട്ടം കാണാം അല്ലേ? അയ്യോ, ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടല്ലേ? ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടാണ് ഈ കാണുന്ന കേട്ടോ. ഒന്ന് നോക്കിയേ എന്തെല്ലാം വെറൈറ്റി ഉണ്ടെന്ന്. ഇതൊക്കെ നമ്മളുടെ അടുക്ക് 10 മണി ചെടികളാണ്. ഇതെല്ലാം അടുക്ക് 10 മണി അല്ലേ? ഇതൊക്കെ അടുക്ക് 10 മണി അടുക്കിന്റെ വെറൈറ്റിയിൽ വരുന്നതാണ്. റോസാപ്പൂ പോലെ ഇരിക്കും. റോസാപ്പൂ പോലെ ഇരിക്കും അല്ലേ? അതെ അതെ, ഒരു ചെറിയ മിനിയേച്ചർ റോസാപ്പൂവിന്റെ ഒരു ലുക്ക് ഇല്ലേ? ഇത് പലതും മഞ്ഞയാണെന്ന് നോക്കണ്ട, എല്ലാം വേറെ വേറെ മഞ്ഞയാണ് അല്ലേ? നമുക്കിപ്പോ ഒരു 37 വെറൈറ്റി ഇന്ത്യയിൽ വരുന്നുണ്ട് ഈ ഒരു അടുക്ക് 10 മണി മാത്രമായിട്ട്. അങ്ങനെ ഇതായിട്ട്. പിന്നെ ഇത് ഇച്ചിരി വെറൈറ്റി ആണല്ലോ. അത് നമുക്ക് ജംബോയാണ്. ജംബോ എന്ന് പറയുന്ന ചെടിയാ. അത് അടുക്ക് പോലെ വേറൊരു അടുക്കിന്റെ ഇലയൊക്കെയാണ്, പക്ഷെ നമുക്ക് 8 മണിയുടെ ടൈപ്പ് ഉള്ള ഇതള് വരുന്ന ഇച്ചിരി വലിയ ടൈപ്പ് ചെടികളാണ്. ഇതിനും കളർ വേറെ ഇത് നമുക്ക് ഇന്ത്യയിൽ ഒരു 8 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 8 കളറാണ് നമുക്കിപ്പോ ഓൾറെഡി എല്ലാരും സെയിലിനായിട്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് നമ്മുടെ അടുത്തുണ്ട്. അത് 8 കളർ നമ്മുടെ കയ്യിലുണ്ട്. ഇതിന്റെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊക്കെ എത്രയൊക്കെ വരും? ഏറ്റവും എക്സ്പെൻസീവ് എന്ന് പറയാനായിട്ട് നമുക്ക് സിൻഡ്രല്ല വെറൈറ്റിയിലാണ് വരുന്നത്. അത് ആ കാണുന്ന ഒരു പിങ്ക് ലോലിപോപ്പ് എന്നാണ് അതിന്റെ പേര്. നടുക്ക് നിൽക്കുന്ന പിങ്ക് ലോലിപോപ്പ് 2000 രൂപ. അതിന് 2000 രൂപയാണ് റേറ്റ് വരുന്നത്. നിക്കണ തോന്നുന്നു അത്ര വിലയുള്ളതാണ്. അത്ര വില ഉണ്ടല്ലേ? നമുക്കത് അത്രയും റേറ്റ് ആണ് വരുന്നത്. അതാണ് മോസ്റ്റ് എക്സ്പെൻസീവ് 10 മണി നമ്മൾ പറയുന്നത്. ഇത് അതിന്റെ തന്നെ ഒരു വേറൊരു വേർഷനാ വരുന്നത്. ടൈഗർ സ്ട്രിപ്പ് എന്നാ പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഒരു 2 ദിവസമൊക്കെ ഇതിന്റെ പൂക്കൾ നിന്നോളും. ബാക്കിയുള്ളതൊക്കെ ഒരു 4 to 5 hours പോകും. ഇത് അങ്ങനെയല്ല, ഇത് നമുക്കൊരു 2 to 3 days ഒക്കെ മാക്സിമം നിൽക്കും. ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഇത് 8 മണി ചെടികൾ. നമ്മുടെ നാട്ടുഭാഷ പറയുകയാണെങ്കിൽ നമ്മുടെ 8 മണി ചെടികൾ 8 മണിയാകുമ്പോ വിടരും. 8 മണിയാകുമ്പോ വിടരും. ഇതിന്റെ ഇലക്കും വ്യത്യാസമുണ്ട്. ഇതിന്റെ ഇലക്ക് വേറൊരു ടൈപ്പ് ഇല. പക്ഷെ പൂക്കളൊക്കെ അടിപൊളിയാട്ടോ. അതെ, പല വെറൈറ്റി ആണ്. ഇങ്ങനെ ഇതൊക്കെ എന്ത് വെറൈറ്റിയാ? ഇത് പർസിലൈൻ ഡബിൾ ഷെയ്ഡ് എന്ന് പറയും. പർസിലൈൻ ഡബിൾ ഷെയ്ഡ് അല്ലേ? ഇപ്പൊ ഈ പർസിലൈൻ തന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് ചെറുതും ഇത് വലുതുവാ. ഇത് ജംബോ പർസിലൈൻ ആണ്. ജംബോ പർസിലൈൻ നമുക്ക് അതിൽ തന്നെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ സൈസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിന്റെ ഒരു 10-70 വെറൈറ്റിയോളം നമുക്ക് 70 വെറൈറ്റിയോളം ഉണ്ടല്ലേ? പർസിലൈൻ 70 വെറൈറ്റിയോളം വരുന്നുണ്ട്. നമുക്കിപ്പോ ടോട്ടൽ ഇപ്പൊ സെയിലിന് ഒരു 150 വെറൈറ്റിയോളം നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ വീഡിയോ കണ്ടിട്ട് ഏത് വെറൈറ്റി ചോദിച്ചാലും അയച്ചു കൊടുക്കാൻ പറ്റും. ഏത് വെറൈറ്റി ചോദിച്ചാലും നമുക്ക് അയച്ചു കൊടുക്കാം. പിന്നെ പാറു ചെയ്തേക്കണ എന്താന്ന് വെച്ചാൽ ഈ കയറ് കെട്ടി സ്ക്വയർ ആയിട്ടല്ലേ? അത് നമുക്ക് ഓരോ വെറൈറ്റി മനസ്സിലാവാൻ വേണ്ടിട്ടാ. ചിലപ്പോ വൈകിട്ടൊക്കെ ഒന്ന് കട്ടിങ് എടുക്കുമ്പോഴേ നമുക്ക് പൂക്കൾ ഇല്ലെങ്കിൽ പോലും പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിട്ടാണ് ഓരോ കളർ സെപ്പറേറ്റ് ആയിട്ട് നട്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് തേനീച്ചയും അല്ലേ? അവർക്കൊക്കെ അടിപൊളിയായിരിക്കും പൂവൊക്കെ കാണുമ്പോൾ. ഇഷ്ടംപോലെ പൂക്കൾ ഉള്ളതുകൊണ്ട് തേനീച്ചയൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. ഇതും പർസിലൈന്റെ വെറൈറ്റി തന്നെയാണ്. പല ഓരോ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കാം, നമ്മൾ അവിടെ കണ്ട വെറൈറ്റി ഒന്നും അല്ല ഇവിടെ കാണുന്നത്. വരച്ചു വെച്ചേക്കും പോലെ എന്ത് രസമാണ്. അതെ അതെ അതെ, നമുക്ക് ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആവാൻ പറ്റും ഇവരെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇവിടെ വൈറ്റിന്റെ ഒരു അടിപൊളിയുണ്ട്. ഇത് ജംബോ നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതിന്റെ തന്നെ വേറൊരു വെറൈറ്റി. അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ്. അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ മിക്കവരും പറയാറുണ്ട് ഈ 10 മണി എന്ന് പറയുമ്പോ മഴ പെയ്യുമ്പോ പ്രശ്നം വരാറുണ്ട്. അപ്പൊ അതിനൊക്കെ എന്താണ് ഒരു പരിഹാരം? അത് നമ്മൾ കൂടുതൽ ഇപ്പം 10 മണി ജംബോ ആണെങ്കിൽ നമുക്ക് ശരിക്കും ഇതൊരു അല്പപ്രാണിയാണ്. അത് നമുക്ക് കെയർ ചെയ്യുന്ന വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ള വെറൈറ്റീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ മഴ സമയം തുടങ്ങും നമുക്ക് അറിയാലോ. അതിന് കുറച്ച് മുന്നായിട്ട് നമ്മളൊന്ന് റിപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് നിലനിർത്താം. നമ്മൾ ചട്ടിയിലൊക്കെ വെച്ചേക്കണമെങ്കിൽ നമ്മൾ മഴ സമയത്ത് ഷെയ്ഡിലൊക്കെ കൊണ്ട് വെച്ചാൽ ഷെയ്ഡി വെക്കാം. പക്ഷെ ചട്ടിയിൽ നിൽക്കുന്ന ചെടി കുറച്ച് മൂത്ത തണ്ടാണെങ്കിൽ ഷെയ്ഡി വെക്കും തോറും ഇപ്പൊ ചിലപ്പോൾ മഴ എന്ന് പറയുമ്പോൾ 2 മാസമൊക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ മൂത്ത് പോകും. അപ്പൊ ആ തണ്ടിന്റെ ഒരു ഇത് പോകും. അതാണ് കട്ട് ചെയ്തത് മാറ്റി വെക്കാൻ പറയുന്നത്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സ്ക്വയർ ഇത് ഫുൾ ആവും അല്ലേ? ഇതിപ്പോ നമ്മൾ ഓരോ തണ്ട് ഇതിലായിട്ട് നടുമ്പോ ഇത് ഇപ്പൊ അതൊക്കെ നിൽക്കുന്ന പോലെ അത് ഫില്ലായി നിറഞ്ഞു വരും. ഇപ്പൊ ഞാനിത് നട്ടിട്ട് ഇപ്പൊ അവിടെ ഇത്രയും നട്ടിട്ട് ഇപ്പൊ ഒരു 2-2.5 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഫ്ലവർ ആയി. ഈ ഒരു സൈഡിലോട്ട് വന്നെന്ന് വെച്ചാൽ ഇപ്പൊ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതാണ് ആ ഒരു 1.5 ആഴ്ച കഴിഞ്ഞ് നമ്മൾ ചാണകപ്പൊടിയും ഈ കോഴിയുടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. പിന്നെ ഇപ്പൊ എന്ന് വെച്ചാൽ ചൂട് കൂടിയല്ലോ. ചൂട് കൂടിയോണ്ട് 10 മണിക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ചൂടാണ്. അവർക്ക് ചൂട് മതി, വെള്ളം വേണമെന്നില്ല. അപ്പൊ എന്തായാലും ഈ അടുത്ത മാസം എന്നൊക്കെ പറഞ്ഞ ചൂടിന്റെ നമുക്ക് ഫ്ലവർ വേണം. ബാക്കി എല്ലാ ചെടികളും മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് ചൂട് കാലത്ത്. പക്ഷെ 10 മണി എന്ന് പറയുന്ന സാധനം ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ ഫ്ലവർ നിങ്ങൾക്ക് കാണുമ്പോഴറിയാം എന്തോ ഒരു ഫ്ലവർ. എന്തായാലും ഇപ്പൊ മേടിച്ചു വെച്ചോ, ഈ സമയത്ത് ഏറ്റവും സമയം മേടിക്കാൻ പറ്റിയ ടൈമാണ്. അപ്പൊ
അപ്പൊ ദേ ഇത് വേണ്ടവര് ഓർഡർ ചെയ്താൽ മതി. അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ ഈ ഇത് കണ്ടിട്ട് മേടിക്കാൻ വരുന്നവർക്ക് എന്തെങ്കിലും ഓഫർ ഉണ്ടോ? ഉണ്ട്. നമുക്ക് സാധാരണ ഒരു 50 കളർ വാങ്ങണമെങ്കിൽ 750 രൂപ പ്ലസ് CC വരും. അതൊരു 100-120 രൂപ CCയും വരും. അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് നമ്മൾ 550 രൂപ, അതായത് കൊറിയർ ഉൾപ്പെടെ 550 രൂപയ്ക്ക് 50 വെറൈറ്റി 50 വെറൈറ്റി 550 രൂപക്ക് അയച്ചു തരും അല്ലേ? അതെ, കേരളത്തിന്റെ ഉള്ളിൽ. അപ്പൊ മുറ്റം നിറഞ്ഞ സംഭവം ആയിക്കോളും. അവർക്ക് ഇതേപോലെ ഒരു 10 മണിത്തോട്ടം വീട്ടിലുണ്ടാക്കാം. ഇപ്പൊ മാർച്ച് നല്ല ചൂടൊക്കെയാണ് വരുന്നത്, ധൈര്യമായിട്ട് മേടിച്ചു വെച്ചു. അതെ, നല്ല ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവും. ഓക്കെ.